ഇന്നത്തെ എൻ്റെ റെസിപ്പി സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കായ്പോളയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനും വേണ്ടിയിട്ട് നല്ല പഴുത്ത 2 പായ എടുത്തിട്ടുണ്ട്. വലിയ പായാണ്, ചെറിയ പായാണെങ്കിൽ 3 എടുത്തോ. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോഴും കായ്പോള സെറ്റാവുന്നില്ല, റെഡി ആവുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരും കൂടി ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കായ്പോള ഉണ്ടാക്കുന്ന ഒരു പാൻ വെച്ച് അതിൻ്റെ അകത്തേക്ക് 2 ചെറിയ ടീസ്പൂണ് ഗീ ഇട്ടെടുക്കുക. എന്നിട്ട് ആ ഗീ ചൂടായതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇടാനുള്ള എന്താ പറയുക അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് വരാം. ഞാൻ ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ആ നെയ്യിലൊന്ന് വറുത്ത് പോരാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ടെടുക്കുക കേട്ടോ. ചില ഇടങ്ങളിലൊക്കെ ഈ പഴം ആദ്യം എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യണ്ട. അതൊക്കെ ഒരുപാട് എന്താ പറയുക പഴം എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഗീയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് പഴം ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 മുട്ടയാണ് എടുത്തത് കേട്ടോ. 2 വലിയ പഴത്തിന് 4 മുട്ട എടുത്തിട്ടുണ്ട്. 8 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കളറിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കളർ ഇട്ട് കൊടുക്കുക. എന്താ പറയുക, ഫുഡ് കളർ അത്ര ഹെൽത്തി ഒന്നുമല്ല, എന്നാലും ഒരു മൊഞ്ചിന് കൊണ്ട് ഇട്ടെടുത്താണ്. അപ്പോൾ അതിന് ശേഷം ഒന്ന് നന്നായിട്ട് അതൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടാകുമ്പോൾ അതിന് ശേഷം നമ്മൾ ഈ കായ്പോള വേഗം സെറ്റാകാനും വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇട്ട് കൊടുത്താൽ നമ്മളെ കായ്പോള പെട്ടെന്ന് സെറ്റായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മൾ പഴം ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ടാവും. അതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ അടിച്ച മുട്ടൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1 സ്പൂൺ വെച്ചിട്ട് പഴത്തിൽ എല്ലായിടത്തും ഈ മുട്ടൻ്റെ മിക്സ് എത്തുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഒന്നും വേണ്ട, അതിന് മുമ്പ് തന്നെ സെറ്റായിട്ട് വരും. ഇതുപോലെ ഒരു അടപ്പോ ഒരു പഴയ പാനോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കായ്പോള വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് കുക്കാക്കുക. ഒരു 10 മിനിറ്റ് ആയപ്പം തന്നെ തുറന്ന് നോക്കുക. മുകൾ ഭാഗമൊക്കെ ഒന്ന് നല്ലോണം സെറ്റാകുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് കോരി അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുത്താൽ നമ്മളെ പാനിൽ നിന്നൊക്കെ ഈ കായ്പോള നല്ല ഇളകി വന്നിട്ടുണ്ടാവും. നല്ലോണം സെറ്റായിട്ട് നല്ല എല്ലാ സൈഡും ഒന്ന് ഇളകി വന്നിട്ടുണ്ടാവും. ഒന്ന് നമുക്കിത് തണയാനായിട്ട് മാറ്റി വെക്കാം. തണഞ്ഞതിന് ശേഷം നമ്മളെ കായ്പോള ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടൈറ്റായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കായ്പോളയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഇതുപോലെയുള്ള റെസിപ്പീസിന് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.